നിങ്ങൾ ജുമായ്ക്ക് എപ്പോഴാ വന്നേ? ആ മനുഷ്യൻ പറയാ, ഏറ്റവും അവസാനമാണ് ഞാൻ വന്നേ. ഉദാഹരണം പറഞ്ഞ ബാങ്ക് വിളിക്കണ സമയത്താ പള്ളി വന്നേ, ഏറ്റവും അവസാനത്തെ സമയത്താ ഞാൻ പള്ളി വന്നേ. അപ്പൊ മഹാനവറുകളോട് ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് ഒന്നാമത് വന്ന പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏറ്റവും അവസാനം വന്നിട്ട് ഏറ്റവും ഒന്നാമത് പള്ളിയിൽ കയറി പ്രതിഫലം വാങ്ങിയ മനുഷ്യനാണ്. അള്ളാഹു നമുക്കും ആ പ്രതിഫലം വാങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു വാങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. വാങ്ങോ വാങ്ങോ, വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ മനുഷ്യ, വാങ്ങോ. അനിയ ഫ്ലൈറ്റ് ഒക്കെ പറക്കുന്നടാ, പേടിയാ. കാരണം ഏറ്റവും അവസാനം പള്ളിക്കകത്ത് പോയിരുന്നിട്ട് ഏറ്റവും ഒന്നാമത് വന്ന പ്രതിഫലം വാങ്ങിയ മനുഷ്യൻ, അള്ളാഹു നമുക്കും ആ പ്രതിഫലം വാങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പോയി വാങ്ങോ. നീ തീയുന്നവരൊക്കെ കൈവക്ക്. എങ്ങനെ? ഉസ്താദ് ഖുതുബയ്ക്ക് രണ്ടാമത്തെ ഖുതുബയ്ക്ക് താഴെ ഇറങ്ങുമ്പോൾ ഞാൻ കയറും, ഒന്നാമത്തെ പ്രതിഫലവും വാങ്ങും, ഇല്ലേ? ഉസ്താദ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഈ യഅദുകും ലഅല്ലകും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഉസ്താദ് മിഹ്റാബിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഷഹദാ ഇഖാമത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കയറണേ. ഇങ്ങനെ കയറിയിട്ട് ഇമാം രണ്ടാമത്തെ സലാം വിട്ടുമ്പോൾ തന്നെ വെളിയിൽ ചാടും. എന്നിട്ട് നമുക്ക് 20 കൊല്ലം ഇബാദത്തിന്റെ കൂലി. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് അവിടെ ഇരിക്കുക. ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇപ്പൊ വാങ്ങിച്ചിട്ട് പോയാലോ? ആദ്യം പള്ളിയിൽ പോയി ഇരിക്കുന്നത് പോയിട്ട് ഇവിടെ അവസാനം വരെ ഇരിക്കുമോ നോക്കാം, ഇവിടെ അവസാനം വരെ ഇരിക്കുമോ നോക്കാം. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്താപ്പാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. സമയം ഒരുപാടായി, ചുമ്മാതല്ല, 12:15 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മനുഷ്യന് കിട്ടിയ പ്രതിഫലം എന്തെന്നറിയോ? ആ പ്രായമുള്ള മനുഷ്യന് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം അവിടെ നിന്ന് പറഞ്ഞു, ഒരു ജുമുഅ നിസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോ, ജുമുഅ നിസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോ ആ മനുഷ്യൻ അള്ളാഹിനോട് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവേ, ഈ പാവപ്പെട്ട എനിക്ക് ആരോഗ്യമില്ല അല്ലാ, ഈ വെള്ളിയാഴ്ച ഞാൻ വന്നത് ഇത്തിരി താമസിച്ചു പോയി തമ്പുരാനെ. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ വന്നപ്പോ ഇത്തിരി താമസിച്ചു പോയി. അല്ലാഹുവേ, അടുത്ത വെള്ളിയാഴ്ച എനിക്ക് നേരത്തെ പള്ളിക്കകത്ത് പോകാനുള്ള ആഫിയത്തും ആരോഗ്യവും എനിക്ക് തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് അല്ലാഹു ആ പ്രതിഫലം കൊടുത്തത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞ് ഇറങ്ങിപ്പോയപ്പോ ആ പിതാവ് ദുആ ചെയ്തെന്നറിയല്ല, അല്ലാഹുവേ, ഇന്ന് വന്നത് ഇത്തിരി താമസിച്ചു പോയി തമ്പുരാനെ. അല്ലാഹുവേ, എനിക്ക് ആഫിയത്തും ആരോഗ്യം നീ തരണം. അടുത്ത വെള്ളിയാഴ്ച എനിക്ക് നേരത്തെ പള്ളിക്കകത്ത് പോകണം. അടുത്ത വെള്ളിയാഴ്ച എനിക്ക് ഇന്ന് വന്നതിനേക്കാളും നേരത്തെ പള്ളിക്കകത്ത് പോയി ഇരുന്നിട്ട് ജുമാ നിസ്കരിക്കണം. അതിനുള്ള ഭാഗ്യം എനിക്ക് തരണേ എന്ന് ദുആ ചെയ്തിട്ടാ പോയത്. അതുകൊണ്ട് ആ മനുഷ്യൻ അല്ലാഹു ആ പ്രതിഫലം കൊടുത്തത്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു നന്മ വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുന്നിൽ അൽഹംദുലില്ലാഹ് എനിക്ക് മുമ്പ് പ്രസംഗിച്ച മനുഷ്യൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്കും മനസ്സിലായി. എന്റെ പ്രിയമുള്ളവരെ, ഒരു നല്ല സ്ഥാപനം എന്ത് പഠിപ്പിക്കുന്നു? ഇസ്ലാമിക് സ്കൂള് ജാഗ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് വേണം? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അവര് വസ്തു വാങ്ങിയിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, അഡ്വാൻസ് കൊടുത്തു. ഇനി എന്തെന്നറിയില്ല. 2 ഏക്കർ വസ്തു വാങ്ങുന്നതിന് വേണ്ടി അഡ്വാൻസ് കൊടുത്തു. ചെറിയ ഒരു തുക 50,000 രൂപ കൊടുത്തു. ഇനി വേണ്ടത് ലക്ഷക്കണക്കിന് രൂപയാ. എന്ത് ചെയ്യണമെന്നറിയില്ല. തന്റെ കുടുംബത്തെ പോറ്റാൻ അന്യനാട്ടിൽ കിടന്ന്, എന്റെ പ്രിയമുള്ളവരെ, പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ കുബൂസും വെള്ളവും കുടിച്ചിട്ട് കുടുംബത്തിനെ പോറ്റാൻ പരക്കം പായുമ്പോ, ആ പരക്കം പാഞ്ഞിട്ട് തനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊരൽപ്പം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരാ പ്രവാസികൾ. അള്ളാഹു അവരുടെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ജോലിയിൽ സ്ഥിരത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും കഴിയുമോ? നമുക്കും കഴിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, അല്ലാഹുവേ, പടച്ചവനെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പടച്ചവനെ നമ്മുടെ മക്കൾക്ക് 5 നേരം നമസ്കരിക്കാൻ വിടുന്ന, അല്ലാഹുവേ, നമസ്കരിക്കാൻ സൗകര്യമുള്ള, ദീനീപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, ശരീരം മറച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു സ്കൂള് പണിയുന്നതിന് വേണ്ടിയാണ്. അത് ഉമ്മത്തിന് പ്രയോജനമുള്ളതാണ്, അത് ഈ സമുദായത്തിന് പ്രയോജനമുള്ളതാണ്. അതുപോലെയുള്ള ഒരു